അപ്പം ഇന്നിപ്പോൾ ദേ രാവിലെ എഴുന്നേറ്റപ്പോൾ ടെമ്പറേച്ചർ പാരസെറ്റാമോൾ കൊടുക്കുമ്പോൾ കുറയുന്നുണ്ട്, പക്ഷെ ആൾക്ക് വയറ് അപ്സെറ്റാണ്. ചെല്ലി ചെല്ലി പോയി സോറി പറ, സോറി പറയട്ടാ ചെല്ലി. എന്നിട്ട് വന്നാൽ മതി. Customer, please wait while we are fetching your details for processing this request. ഞാൻ ഡാഡിയുടെ മടിയിൽ ഇങ്ങനെ കിടത്തും, എന്നിട്ട് ഇതങ്ങ് പിഴിഞ്ഞ് രണ്ട് കണ്ണിലിടും. ദൈവമേ, ഇതങ്ങനെ രണ്ട് കണ്ണിലിട്ടിട്ട് ഇങ്ങനെ ഡിങ് ഡിങ് എന്ന് കാണിക്കും. ഭയങ്കര കരച്ചിലായിരിക്കും. അവിടെ കിടന്ന് ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ അവിടെ കിടന്ന് ബഹളമായിരിക്കും. ഇത്രയും വലിയ പാക്കറ്റ് ആണെങ്കിലും പൊട്ടിച്ചങ്ങോട്ട് തിന്ന് തുടങ്ങിയാല് പിന്നെ അത് തീർത്തിട്ട് മാത്രമേ അവിടെ നിന്ന് എഴുന്നേക്കുള്ളൂ. ശരിക്കും. ഹലോ, ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് എമ്മിക്കുട്ടി ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടെങ്കിലും ആള് ടയേർഡാണ് കേട്ടോ. ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിൽ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു അല്ലേ കുട്ടാ? രാവിലെ അമ്മ പനി. എന്നിട്ട് എന്ത് പറ്റി? സ്കൂളിൽ കൊച്ചു കിടന്നോ? എന്റെ കൂട്ടുകാരൻ വന്ന് എഴുന്നേൽപ്പിച്ചു. കിടന്നുറങ്ങിയത്. അപ്പൊ കൂട്ടുകാരൻ കൊടുത്തേ വെറുതെ കിടന്ന് ഉറങ്ങുകയാണെന്ന് ഓർത്ത് വന്ന് എഴുന്നേറ്റ്. അപ്പൊ ടീച്ചർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ഡിറ്റക്ട് ചെയ്യുന്നില്ല ക്യാമറ. ടീച്ചർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചെന്ന് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നു. അതൊക്കെ വിശേഷം ഇന്നലെ ഉണ്ടല്ലോ, ഇന്നലത്തെ വീഡിയോയിലുണ്ട്. അപ്പം ഇന്നിപ്പോൾ ദേ രാവിലെ എഴുന്നേറ്റപ്പോൾ ടെമ്പറേച്ചർ പാരസെറ്റാമോൾ കൊടുക്കുമ്പോൾ കുറയുന്നുണ്ട്, പക്ഷെ ആൾക്ക് വയറ് അപ്സെറ്റാണ്. അപ്പം അല്ലേ കുട്ടി? ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പോവാം കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ലൈക്ക് ബോഗൻവില്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കാണുമ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം. ഓക്കെ, കൂട്ടത്തിലുള്ള ഒരാളെ കരയിപ്പിച്ചിട്ട് വണ്ടിനകത്ത് കയറി അങ്ങനെ ഇരിക്കണ്ട കേട്ടാ. പോയി സാർ ചേച്ചിനോട് സോറി പറഞ്ഞിട്ട് ചെല്ലി ചെല്ലി പോയറപ്പൊക്കെ ചെല്ലി. ചേച്ചീനെ കരയിപ്പിച്ചേക്കണേ, അത് ശരിയാണോ? ചെല്ലി ചെല്ലി പോയി സോറി പറ, സോറി പറയട്ടാ ചെല്ലി. എന്നിട്ട് വന്നാൽ മതി തന്നെ, അല്ലാതെ ഒന്നിനും കൂട്ടണ പ്രശ്നമില്ല. നോക്കട്ടെ, അനുസരിക്കുമോ നോക്കട്ടെ. ഞാൻ അനുസരിക്കാണ്ട് അനുസരണയുള്ള നല്ല മോളാണ് റബേക്ക നോക്കട്ടെ. ശരി, സാർ ചേച്ചി കുറെ കരഞ്ഞി, പോയി സോറി പറ. സാർ ചേച്ചിനെ കളിയാക്കി, സാറൊക്കെ പെട്ടെന്ന് ഫീൽ ചെയ്യും. അപ്പൊ സാർ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമാണ് റബേക്കനെ. ഇറങ്ങി 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 ഇങ്ങോട്ട്. കുരങ്ങന്മാരൊക്കെ ഇറങ്ങുന്ന പോലെ വരികയാണ്. അവൾ ഇതിനകത്ത് ഒളിച്ചിരിക്കണേ. ചെല്ലി പോയി സാറോട് അവിടെ കുടുങ്ങിയ കുണ്ടി കുടുങ്ങി അടുത്ത കുടുങ്ങി. സോറി പറഞ്ഞു ഞാൻ കൊച്ചു സോറി പറഞ്ഞു. സാധാരണ എപ്പോഴും ഞാൻ ഫ്രണ്ടിലായിട്ടിരിക്കണേ. ഇത്തവണ നമ്മുടെ എമ്മിക്കുട്ടി അമ്മ ബാക്കിലിരിക്കുമോ? മേഘം കണ്ട് മഴക്കാറുണ്ട്, നല്ല മഴക്കാറുണ്ട്. എവിടെ? കണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട് കേട്ടാ. വാ, ഇവിടെ ഇണങ്ങാണ്ടിരുന്നു. പോയിട്ട് വരാം. ഞങ്ങള് മരുന്ന് മേടിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഴയായി അല്ലേ? വണ്ടി നമുക്ക് ഇങ്ങോട്ട് സൈഡിലോട്ട് എടുക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണതാ. താഴെ കാണിക്കുന്ന എല്ലാവരും കണ്ടോ, മഴ, നല്ല മഴയായി. മരുന്നൊക്കെ ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. ഡോക്ടർ ഇപ്പൊ വണ്ടി ഇങ്ങോട്ട് സൈഡിലോട്ട് എടുക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഫോട്ടോ എടുത്തില്ലായിരുന്നു, ഇങ്ങോട്ട് ഇറങ്ങുമ്പോ നല്ല വെയിലായിരുന്നു. ഡോക്ടറിനെ മരുന്ന് തന്നതേ ഒരു സിറപ്പും പിന്നെ പാരസെറ്റാമോൾ കൊടുത്തോളാൻ പറഞ്ഞു. പിന്നെ ഈ 2 പൊതി, എന്നിട്ട് അത് കൊടുത്തിട്ട് കുറയാനുണ്ടോ നോക്കില്ലെങ്കിൽ നാളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഇവിടെ മരുന്ന് കഴിക്കണോട്ടാ, മരുന്ന് കഴിക്കണം. കയ്പാണെന്നാണ് കഴിക്കാതിരിക്കട്ടാ. വെള്ളമൊക്കെ തരാം. ഡോപ്പി, നമുക്ക് ഡോപ്പിയുടെ മെഡിസിൻ കൂടി മേടിച്ചിട്ട് പോവാട്ടാ വീട്ടില്. അപ്പൊ ഇന്ന് പോവാം. അവര് വൈകുന്നേരം കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ, അപ്പൊ നമുക്ക് അതും കൂടി വാങ്ങിച്ചിട്ട് പോവാം.
സമയത്ത് ഇവർ വാതിലൊക്കെ പൂട്ടി അകത്ത് നിൽക്കുമായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ തുറപ്പിച്ചതാണ്. എന്താണ് ഇവിടെ പരിപാടി? എന്ത് കളി? ഇന്റർവ്യൂ ആണോ? നീ ഇന്റർവ്യൂ? ഇവളാരാണ്? മിസ് യൂണിവേഴ്സ്. ഒരു മോഡലാണോ ഈ വന്നേക്കണത്? മോഡലേ ഓ സോറി. മോഡൽ ഇത്തിരി പനിയുടെ മരുന്ന് കുടിച്ചിട്ട് പോകും. ഞാൻ തരാം. മുഴുവൻ കുടിക്കണേ. ഓക്കെ മതി. ഗുഡ് ഗേൾ ആണ് കേട്ടാ. നമ്മളിപ്പോ ഇങ്ങനെ നിർബന്ധിച്ച് കുടിപ്പിക്കുക. പണ്ട് എനിക്കൊക്കെ എന്ത് മടിയായിരുന്നു. ഒന്നും കഴിച്ചിട്ടില്ല പാരസിറ്റാമോളൊക്കെ ചെറുപ്പത്തിലെ എന്റെ ബുദ്ധിമുട്ടേ. പണ്ട് ഗുളികയുടെ തന്നോണ്ടിരുന്നല്ലേ? എനിക്ക് ഓർമ്മയൊന്നുമില്ല കേട്ടോ അങ്ങനെ ചെറുപ്പത്തില്. പണ്ട് ഞങ്ങൾക്കൊരു സംഭവം ചെയ്യുമായിരുന്നു മമ്മി. പറയട്ടെ ഞാനത്. അതായത് പനി വന്നിട്ടുണ്ടെങ്കിൽ പനി വരുന്ന പേടിയാണ് സത്യം പറഞ്ഞ. എന്ന് വെച്ചാൽ പനി വന്നെന്ന് പറഞ്ഞ അപ്പൊ തന്നെ മമ്മി പുറത്തോട്ട് പോയി കുറച്ച് തുളസിയില എടുത്തോണ്ട് വരും. എന്നിട്ട് ബാക്കിയോട് പറയട്ടെ. അപ്പോഴാണ് തുളസി നല്ലതാണെന്ന് മനസ്സിലാണ്. തുളസിയില എടുത്തോണ്ട് വന്നിട്ട് ഒരു 1-2 ഉള്ളിയും കൂടി എടുത്തിട്ടില്ലേ ഇടിച്ച് ചതക്കും. എന്നിട്ട് അത് ഒരു മമ്മി അതിന് വേണ്ടിയിട്ട് ഒരു വെള്ള തുണി, നല്ല നീറ്റായിട്ടുള്ള തുണി ഇങ്ങനെ കഴുകി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ രണ്ടും കൂടി ചതച്ചതങ്ങ് എടുത്ത് വെക്കും. എന്നിട്ട് ഞങ്ങളിങ്ങനെ ഡാഡിയുടെ മടിയിൽ ഇങ്ങനെ കിടത്തും. എന്നിട്ട് ഇതങ്ങ് പിഴിഞ്ഞ് 2 കണ്ണിൽ വിടും. എന്റെ ദൈവമേ, ഇതങ്ങനെ 2 കണ്ണിൽ വിട്ടിട്ട് ഇങ്ങനെ ഡിങ് ഡിങ് എന്ന് കാണിക്കും. ഭയങ്കര കരച്ചിലായിരിക്കും. അവിടെ കിടന്ന് ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ അവിടെ കിടന്ന് ബഹളമായിരിക്കും. പക്ഷെ ഒരു പ്രാവശ്യം കണ്ണിലിട്ടാല് പനി എങ്ങോട്ടും ഓടിപ്പോയെന്ന് ചോദിച്ചാൽ മതി. പമ്പ കിടക്കും പനി. ഒന്ന് വേണേ ചെയ്ത് നോക്ക്. ഞാൻ ചെയ്യില്ല. പക്ഷെ ആർക്കെങ്കിലും വേണേ ചെയ്തു തരാന്ന് പറയാൻ പറ്റുള്ളൂ എനിക്ക്. പനി പോകുമെന്ന്. എന്ത് കുന്താണെങ്കിലും ഞങ്ങക്ക് പണ്ട് പനി വരുമ്പോ ഇങ്ങനെ ചെയ്യുമായിരുന്നു. പനി പോവുകയും ചെയ്യുമായിരുന്നു. അതിന്റെ ബുട്ടൻസ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാ പോണേന്ന് അല്ല രസം അതല്ല. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ കൈയും കാലും പിടിച്ചെടുക്കണ ആരുടെ ഡാഡിയല്ലേ? കാത്തിരിക്കും. എന്തിനാ? ഡാഡിക്ക് പനി വരാം. ഡാഡിക്ക് പനി വരുമ്പോ പിന്നെ ഞങ്ങള് ബഹളാവും. ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് കൈയും കാലും പിടിക്കാനായിട്ട് ഡാഡിക്ക് പേടിയാണ്. ഡീപ്പിലെ ഡാഡി വേണ്ടെന്നൊക്കെ പറയും. വീട്ടിൽ ഇടിച്ചിട്ടുണ്ടാന്ന് ഞാൻ ഓർക്കണില്ല. എന്തായാലും അങ്ങനൊരു സംഭവം ചെയ്യുമായിരുന്നു. ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ പറയണേ. എന്തായാലും സൂപ്പർ സാധനമായിരുന്നു. ഇനി ഇന്നത്തെ കാലത്തെ ഉള്ളി തുളസി നല്ല തന്നെ ആയിരിക്കും. ഉള്ളി ഇട്ടിട്ട് വർക്കൗട്ട് ആവുക അതെനിക്കറിയത്തില്ല. പണ്ട് ഞാൻ ചെയ്യുകയും ചെയ്യുമായിരുന്നു. പണിയും പോവായിരുന്നു. പീച്ചിങ്ങയാണ്. മമ്മിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പീച്ചിങ്ങില്ലേ? അതാ പീച്ചിങ്. പിന്നെ കുമ്പളങ്ങ, നമ്മുടെ കുമ്പളങ്ങയില്ലേ? ആ കുമ്പളങ്ങ മോരിയാറ്. ഉണക്കമീനുണ്ട്. ആ കുമ്പളങ്ങ. പിന്നെ ഉണക്കമീനുണ്ട്, അത് വറുക്കാം. കോള. അപ്പൊ കിട്ടുമല്ലേ? ശരി ചേച്ചി. എന്നാ എന്താടോ? അയ്യോ ഒരു പണി പറ്റി. എണ്ണ ഒഴിക്കാത്തല്ല, ഗ്യാസ് തീർന്നു. ഞാൻ ഓർക്കണേ ഗ്യാസില്ലല്ല. ഭാഗ്യത്തിന് ചോറ് എന്ത് കിട്ടി? ഇന്ന് കഞ്ഞിയാക്കിയല്ല. പുട്ട് വേണം, അപ്പം വേണം. വിശക്കണുണ്ടായിപ്പാ. അന്നിപ്പോ ഗ്യാസ് എടുത്തോണ്ട് വരാം. ബുക്ക് ചെയ്ത ഇപ്പൊ ചെയ്താ മതി. ഇപ്പൊ എടുത്തിട്ട് വരാം അല്ലേ? നേരത്തെ ബുക്ക് ചെയ്യണ്ടായിരുന്നു. അല്ല നേരത്തെ ബുക്ക് ചെയ്യൊന്നും വേണ്ട. ഇപ്പൊ ചെയ്താ കിട്ടും. ഇപ്പൊ ചെയ്തിട്ട് അങ്ങ് ചെന്നാ മതി. System. Dear customer, please wait while we are fetching your details for processing this request. ബർഗർ വേണ്ട, ഇത് പഴംപൊരി മേടിക്കാം. സവാളവടയും മേടിക്കാം. പഴംപൊരി, സവാളവടയും, സദ്യയും മേടിക്കാം. പരിപ്പോട, അവലോസുണ്ട. ഞങ്ങൾക്ക് അവലോസുണ്ട ഇഷ്ടമാണ്. അങ്ങനെ ഗ്യാസും എടുത്ത് അല്ലേ? ബേക്കറിയിൽ നിന്ന് ഇതും മേടിച്ച്. ഈ ബേക്കറിയിലാട്ടോ ഇപ്പൊ ഞങ്ങൾ കയറിയ ബേക്കറിയില്ലേ? അവിടെ നിന്നാണ്
അല്ല അവിടെ 1/2 കിലോന്റെ കേക്ക് കിട്ടെ അല്ലേ ഡോപ്പി? 1/2 കിലോന്റെ കേക്ക് കിട്ടും. 1/2 കിലോ? എല്ലായിടത്തും ഇല്ല 1/2 കിലോന്റെ. 1/2 കിലോന്റെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന്. റബേക്കൊക്കെ ഒരു പ്രാവശ്യം ബർത്ത്ഡേ കഴിഞ്ഞു പോയി അവിടെ. എന്നിട്ടാണ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബർത്ത്ഡേയുടെ അന്ന് ഇവിടെയൊക്കെ ആയിരുന്നു, അലച്ചിലൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു. അപ്പൊ അന്നേരം പിന്നെ മേടിച്ചപ്പോ ഞാനപ്പോ ഇവിടെ നിന്നാ മേടിച്ചത്. അങ്ങനെ ഇവിടുത്തെ അതുപോലെ തന്നെ സ്നാക്സ് ഒക്കെ ടേസ്റ്റ് അല്ലേ? നല്ല സ്നാക്സ് ഒക്കെ അല്ലേ? നല്ല സ്നാക്സ് ഒക്കെ. അപ്പൊ അങ്ങനെ എല്ലാമായി. മഴ ഇപ്പൊ മാറിയല്ലേ? ഞാൻ രാവിലെ ബാഗ് കഴുകിയിടണമെന്ന് വിചാരിച്ചപ്പോ പൊരിഞ്ഞ മഴ, പിള്ളേരുടെ സ്കൂൾ ബാഗ് കിട്ടില്ല. എന്തായാലും ഇനിയിപ്പൊ കഴുകിയിടണം, അല്ലെങ്കിലേ ഉണങ്ങി കിട്ടത്തില്ല. ഭയങ്കര അഴുക്ക് പിടിച്ച് കൂറ പിടിച്ചിരിക്കണം ബാഗ്. ആ എമ്മിയുടെ ബാഗ്, എമ്മി അവിടെ സ്കൂളിൽ നിലത്തൊക്കെ ഇട്ട് വലിക്കണുണ്ടോ തോന്നുന്നത്. അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് എത്തി. കണ്ടപ്പോ തന്നെ സാറ് വിളിച്ചു കളയല്ലേ? അല്ല റബേക്കനല്ല, അത് വിശക്കണവർക്ക് കൊടുക്കുക കയ്യിലോട്ട്. വിളിക്കമ്മ എവിടെ ഉള്ളത്? സാറുടെ കൊടുത്താലും മതി. സാറ് വാടി. അതന്നെ ഞാനിന്ന് പറയാനിരിക്കുന്നത് അത് തുറക്കണ്ടേ? എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ കട തുറക്കുവാന്നൊരിത്. അപ്പഴത്തേക്കും ജുവാന്റെ കടയെന്നല്ല മോളെ ഇത്. പറഞ്ഞോ? സന്തോഷം കാണാം, സന്തോഷം കാണാം. മതി മതി, കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. ഇവിടെ അവലോസുണ്ട കണ്ടത് ഞാൻ വാങ്ങിച്ചുട്ടാ. എനിക്ക് അവലോസുണ്ട നല്ല ഇഷ്ടമാണ്. അവലോസുണ്ട എങ്ങനെ ഉണ്ടാവും അറിയാൻ പാടില്ല. എങ്ങനെ ഉണ്ടാവും മീൻസേ ഭയങ്കര ഹാർഡായിരിക്കോ അല്ലെങ്കിൽ അങ്ങനെയാണെന്ന്. പിന്നെ ചിപ്സ്, ഇത് ഡോപ്പി എമ്മിയുടെ ഒക്കെ സാധനമാണ് ചിപ്സ്. പിന്നെ വേറെ മേടിച്ചത് എന്തോ മേടിച്ചല്ല? ചപ്പാത്തി ഉണ്ട്. ആ പിന്നെ സ്നാക്സ് മേടിച്ചല്ലേ? മേടിച്ചല്ല സ്നാക്സ് മേടിച്ച്. പിന്നെ ഡോപ്പിയുടെ ഒരു സാധനം മേടിച്ചു, കപ്പലണ്ടി മിഠായി. കപ്പലണ്ടി മിഠായി എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. പക്ഷെ ഡോപ്പിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഡോപ്പി കപ്പലണ്ടി മിഠായി വേണ്ടെന്ന് വെച്ചാൽ വേണ്ടെന്ന് പറയും. എന്താ കാര്യം എന്ന് വെച്ചാൽ കപ്പലണ്ടി മിഠായി ഇപ്പൊ ഇത്രയും വലിയ പാക്കറ്റ് ആണെങ്കിലും പൊട്ടിച്ചങ്ങോട്ട് തിന്ന് തുടങ്ങിയാല് പിന്നെ അത് തീർത്തിട്ട് മാത്രമേ അവിടെ നിന്ന് എഴുന്നേക്കുള്ളൂ. ശരിക്കും അവളെ ചോദിക്കുമ്പോ എനിക്ക് വേണ്ടെന്ന് പറയും. ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ വേണ്ടെന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണ് ഇപ്പൊ ഒരെണ്ണം കഴിക്കില്ല, കഴിച്ചാലേ എനിക്ക് മുഴുവൻ കഴിച്ചു തീർക്കണമെന്ന്. നമുക്കൊന്നും തരില്ല, അവിടെ ഫുള്ള് ഇരുന്ന് കഴിക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കൊക്കെ തരണം കേട്ടോ. ലൈക്ക് ബൊഗൻവില്ലേനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. നാളെ കാണുന്നതിലേക്കും ടേക്ക് കെയർ, ബൈ.